വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ലഞ്ചിനും കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്ത് സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങും മീഡിയം സൈസിലുള്ള 2 സവാളയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും ബാലൻസ് വന്ന ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയും കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.